അപ്പോ ബേസ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റിയുടെ കയ്യിൽ നിന്ന് കപ്പയും ചമ്മന്തി മേടിച്ച് കഴിക്കും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹലോ സർ, അപ്പോൾ സാറിന് ട്രാവലിനെ പറ്റിയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ബേസിക്കലി സാർ ഒരു ട്രാവലർ ആണോ? ബേസിക്കലി ട്രാവലർ. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആക്ച്വലി മോർ ദാൻ കേരള പുറത്താണ് പോയി ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാണ് നമ്മൾ എല്ലാവരും റിയലൈസ് ചെയ്യുന്നത് പുറത്ത് പോയിട്ട് ട്രാവൽ ചെയ്തിട്ട് വരുമ്പം നമ്മൾ പുറത്ത് കാണുന്ന എല്ലാ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ് കേരളത്തിൽ തന്നെ ഉണ്ട്. വി ഹാവ് നോട്ട് ആക്ച്വലി എക്സ്പ്ലോർഡ് കേരള. ദാറ്റ്സ് എ ഫാക്ടർ. ഒന്നുകൂടെ ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രയോ ആൻഡ് അതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈസ് ടീമിൻ്റെ കൂടെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഓർഗനൈസ് ചെയ്ത ഒരു ട്രിപ്പിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി ഗൈസ്. അപ്പോൾ എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി, എനിക്ക് അവരോട് കൂടി ജോയിൻ ചെയ്യാൻ പറ്റി, ഇവരെല്ലാവരും പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് അഷ്ടമുടി കായലിലാണ്. നമ്മളൊരു നല്ലൊരു ബോട്ട് യാത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാൻ ഗൈസ്. അപ്പോൾ ഫുൾ വീഡിയോ കാണാത്തവരൊന്ന് ഫുൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ബട്ടർഫ്ലൈസ് ബ്രിയോക്കാരും കൂടി കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ടൂർ പോവുകയാണെന്ന്. വൺ ഡേ ടൂറാണ്. അഷ്ടമുടി കായലില് ഹൗസ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഓൾമോസ്റ്റ് ഒരു 10 o'clock അല്ലെങ്കിൽ 10:30 ആവുമ്പോൾ നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ എം റെപ്രസെൻറ്റിംഗ് butterflies as well as Brio team, myself, Anjona. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മളിതാ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ കൊല്ലം സൈഡിലാണ് നമ്മളിപ്പോൾ. ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറിയിട്ടാണ് പിന്നെ നമ്മൾ ഈവനിങ് മുൻട്രോയിലൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഓർഗനൈസർ ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജു മാമാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ഓർഗനൈസർ. മാം, അപ്പോൾ എന്താ പറയാനുള്ളത്? നമ്മൾ ഫൈനലി നമ്മുടെ ഓൾറൗണ്ടർ ആണ്. ഓർഗനൈസർ, ഐ എം ദ കമ്പനി ഓണർ and I am the donkey of the day. ഓൾ ഇൻ ഓൾ ആണ് മാഡം. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു ബോട്ടിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ കയറും, എന്നിട്ട് ഒരു റൗണ്ട് കറങ്ങിയിട്ട് ഈവനിങ് ഒക്കെ ആവുന്ന സമയത്താണ് നമ്മൾ ആ ഒരു മൺട്രോയിൽ എത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ കാഴ്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതിലാണ് നമ്മൾ ഇന്ന് ഈവനിങ് വരെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വണ്ടി ഇത് എവിടെ കിടപ്പുണ്ട്? പറഞ്ഞു ചേട്ടാ. ചേട്ടൻ്റെ പേര് അനൂപ് അല്ലേ? ഓർഗനൈസറാണ്. നീച്ചു അല്ലേ? നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ചേട്ടന്മാരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ എല്ലാവരും ഇതാ ബോട്ടിലേക്ക് കയറുന്നു. അപ്പോൾ
അപ്പോൾ നമ്മൾ ബോട്ടിംഗ് സെറ്റ് ആയിട്ടുണ്ട്. ഈ ബ്രിട്ടോ ചേട്ടനാണ് ഇന്ന് നമ്മള് ബോട്ടിങ്ങിന് കൊണ്ടുപോകണേ. അതെ ചേട്ടാ, നമുക്ക് പൊളിക്കണം. ഓക്കെ, ഇതാണ് അനൂപ്. അനൂപ് ആണ് നമ്മളെ ഞാൻ കോണ്ടാക്ട് ചെയ്തത്. ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അനൂപാണ്. നിങ്ങളുടെ കമ്പനിയുടെ പേര് ഡ്രീം ഹൗസ്, കൊല്ലം ഡ്രീം ഹൗസ്. ഫൈനലി അങ്ങനെ നമ്മളെ ബോട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ബോട്ടുണ്ട്, ഒരുപാട് ബോട്ടുണ്ട് കേട്ടോ. ഏകദേശം 7-8 ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒരുപാട്, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നല്ല നല്ല പേഴ്സണാലിറ്റീസിൻ്റെ കൂടെ യാത്ര ചെയ്യാനും അവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും പറ്റും ഗൈസ്. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര കാര്യമാണ്. കാരണം നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മളെ കംഫർട്ടബിൾ ആക്കാനായിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അവർ ചെയ്യുന്നുമുണ്ട്. സോ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം ഗൈസ്. മുന്നേ പോയിട്ടുണ്ട്, മുന്നേ മണ്ടൊക്കെ 5th ടൈമാണ്. അപ്പൊ എക്സ്പീരിയൻസ്ഡ് ട്രാവലറാണ്. ആലപ്പുഴയാണ്. ഇവിടെ സാമ്പ്രാണിക്കൊടി പോയിട്ടുണ്ടോ? പോയിട്ടില്ല. സാമ്പ്രാണിക്കൊടി അടിപൊളിയാണ്. ഇവിടെ നമുക്കൊരു സെലിബ്രിറ്റി ഉണ്ട്. ഹായ്. ബോട്ടെല്ലാം ചുറ്റിക്കണ്ടോ? അടിപൊളിയാണ്. എത്ര റൂമുണ്ട്? 2 റൂമുണ്ട്. ഓക്കെ, നല്ല രസമുണ്ട്. അടിപൊളിയാണോ? അടിപൊളിയാണ്, എങ്ങനെ നടന്ന് കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ മാഡം എങ്ങനെയുണ്ട്? ബോട്ടൊക്കെ എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ടേ ഉള്ളൂ. എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. വെൽക്കം ഡ്രിങ്ക് ഇതുവഴി എവിടെയോ പോയി കണ്ടുപിടിച്ചെടുത്തു, കിട്ടിയില്ല. അവിടെ എല്ലാരും ചോദിച്ചു തുടങ്ങി. സെൽഫി ഒക്കെ എടുത്ത് ഓക്കെ. എത്ര റൂം ഉണ്ടെന്നൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തു. ബോട്ട് എങ്ങനെയുണ്ട്? ബോട്ട് ഇഷ്ടപ്പെട്ടോ? നല്ല സ്മെല്ല്. ആ ശരിയാ, അത് ലഞ്ച് ടൈം ആയെന്ന് തോന്നുന്നില്ലേ? സമയം സ്നാക്ക് ടൈം. ഓ, കപ്പയുണ്ടല്ലേ? ഓക്കെ. മാം എനിക്ക് തോന്നുന്നു എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതെ. കാരണം എല്ലാം ഒന്നും കുറവ് വരാൻ പാടില്ല. നമ്മള് ആൾക്കാരെ കൊണ്ടുവരുമ്പോ എവറിബഡി ഹാസ് ടു സേ ഇത് ഓക്കെയാണ്. ബട്ടർഫ്ലൈസിന്റെ കൂടെ വരുമ്പം കംഫോർട്ടാണ് എന്ന് പറയണ്ടേ. ബി ദ മൊമെന്റ്, ബി ദ ഹാപ്പി ടൈം. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് കാണാനുള്ളതാണ്. അപ്പൊ അത് കാണുക, എക്സ്പ്ലോർ ചെയ്യുക. ഞാനൊരു സോളോ ട്രാവലറാണ്, ഋഷിക്ക് അറിയാം. ഞാനൊരു സോളോ ട്രാവലറാണ്, ഒരു ബാക്ക് പാക്കറാണ്. നിൽക്കുന്ന ടൈമിൽ നിന്ന് ബാഗ് പാക്ക് ചെയ്ത് പോകുന്ന ആളാണ്. അപ്പം മൈ ഗോൾ ഈസ്, എൻ്റെ ഒരു ഫ്യൂച്ചർ ഗോൾ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇഫ് ഐ ക്യാൻ ഡു, എവ്രിബഡി ക്യാൻ ഡു. ഇപ്പൊ എൻ്റെ ഫ്രണ്ട്സ് അല്ല എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് എല്ലാരും യാത്രകൾ ചെയ്യട്ടെ. അതാണ് എൻ്റെ ഒരു സന്തോഷം. അടിപൊളിയാവട്ടെ മാഡം. എന്തായാലും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ ഗൈസ്. കാരണം എനിക്ക് എല്ലാവരുമായിട്ടും സംസാരിക്കാനും അല്ലെങ്കിൽ ഇത്രയും വലിയ പേഴ്സണാലിറ്റീസ്, അപ്പോൾ അവരുടെ കൂടെയൊക്കെ എനിക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതാണ്. അതെ, ഋഷി മൈ ഹോം ടൗൺ പേഴ്സൺ. ഇപ്പൊ ഞാൻ ഋഷിയെ കുറെ നാളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ നമുക്ക് ടൂർ പോകണം, ഒരുമിച്ച് പോകണം. അപ്പൊ എന്റെ സ്കെഡ്യൂൾ ഒന്നും മാച്ചിങ് അല്ല. ഋഷി ഹാസ് സോ മെനി പ്രയോറിറ്റീസ് ഓൾസോ. അത് എത്തിയിരിക്കുന്നത് ഇന്നാണ്. സോ അതാ പറഞ്ഞേ, ഈ മൊമെന്റ്, ഈ ദിവസം അല്ലെ ഈ നിമിഷം വി ഹാവ് ടു എൻജോയ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം ആണുള്ളത്. ട്വിൻ ബെഡ് ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാനുണ്ട്. ഐ തിങ്ക് അത് ടോയ്ലറ്റ് ആണ്. നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്കും അങ്ങനെ ഒരു റൂം. അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ ഒരു വാഷ് ബേസിൻ. പിന്നെ ഇവിടെ സെക്കൻഡ് റൂമാണ്. അപ്പൊ ഈ റൂം കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ്. ഹായ് ചേട്ടാ. ചേട്ടൻ കുക്കാണോ? എഞ്ചിൻ ഡ്രൈവറാണ്. ഓക്കെ. നമുക്ക് ടോട്ടൽ 3 പേരാണുള്ളത് അല്ലേ ബോട്ടിൽ? 3 പേര്. കുക്ക് എവിടെ? ഓ അവിടെ, അതാണല്ലേ. അതെ. എല്ലാ സെലിബ്രിറ്റീസാ. ഇതിവിടെയാണ് കിച്ചൺ കേട്ടോ.
അപ്പൊ നമുക്കുള്ള ഭക്ഷണം ഒരുങ്ങുന്നത് ഇവിടെയാണ്. ചേട്ടൻ്റെ പേര് ജോസ് അല്ലേ? ചേട്ടനാണ് എൻജിൻ ഡ്രൈവർ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ കുക്ക് ചേട്ടാ. പേരെന്താ? ബൈജു അല്ലേ? അപ്പൊ ചേട്ടനാണ് ഇന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്. നമുക്കുള്ള ഫുഡൊക്കെയാണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇന്നത് സ്പെഷ്യൽ എന്താ? ആഹാ, നല്ല കരിമീനുണ്ട്. അപ്പൊ അത് മസാല ഇട്ട് വെച്ചേക്കാണ്. അടിപൊളി. ഓക്കെ, ചിക്കൻ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നാടൻ സ്റ്റൈലിലാണ് പ്രിപ്പറേഷൻ അല്ലേ? എല്ലാം ലൈവ് ഫുഡ് നാടൻ സ്റ്റൈലിലാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡ് ആണ് അത്. തിരക്ക് കുറവാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റിയുടെ കയ്യിൽ നിന്ന് കപ്പയും ചമ്മന്തി മേടിച്ച് കഴിക്കാൻ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സെഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും മാറ്റി മാറ്റി നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കാനായിട്ടോ. ഗൈസ്, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ്. ലഞ്ച് ടൈമാണ്. പപ്പടം, അതുപോലെ കരിമീൻ, പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ചോറ്, അതുപോലെ ചിക്കൻ, മീൻ കറി, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ലഞ്ചിന് വേണ്ടിയിട്ട്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ചു നിർത്തിക്കാം. ഓക്കെ. കഴിച്ചപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്നാണ് നമ്മൾ കനാൽ ബോട്ടിങ്ങിലോട്ട് പോകുന്നത്. ഒരു 1 hour നമുക്ക് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ഇവിടെയൊക്കെ നിന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇവർ നമ്മുടെ ഗസ്റ്റാണ്. ആൻഡ് മാം ഇവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു. ഇവർ ഹാപ്പിയാണ് ഇപ്പോൾ. ആർ യു ഹാപ്പി? Very happy. How's the food? Very well welcome. Food was delicious. Delicious. ആക്ച്വലി ഇവര് ഫ്രാൻസിൽ നിന്ന് വന്നവരാണ്. ഇവിടെ നമ്മുടെ കൂടെ ഇവര് ഫുഡ് കഴിച്ചു. എസ്പെഷ്യലി നമ്മുടെ കേരള സ്റ്റൈലില് ഫുഡ് ഇവര് ടേസ്റ്റ് ചെയ്തപ്പം സ്പൈസി ആണെങ്കിലും ഇവര് വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു. അതെനിക്ക് ഞാൻ ഓക്കെ, നോർമലി എന്താ യൂറോപ്യൻസ് ദേ പ്രിഫർ ടു ഈറ്റ് മീറ്റ് എന്നാണല്ലോ നമ്മൾ മലയാളികൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. സോ ഐ എം ഇൻട്രൊഡ്യൂസിങ് 2 വെജിറ്റേറിയൻ ഫ്രം യൂറോപ്പ്. Yeah. And you can tell your name. Klaha. Yes. And yourself? Nathan. Nathan. And the Nice. food was delicious. Yeah, Thank you so much. Thank you so much. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മുടെ കനാൽ ബോട്ടിങ് ചെയ്യേണ്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടുകൾ കിടപ്പുണ്ട്. മീൻസ് വള്ളമാണ്. വള്ളത്തിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഇടണമെന്നില്ല കേട്ടോ. ലൈഫ് ജാക്കറ്റ് ഇപ്പൊ ഇടണമെന്നില്ല. ഒരു സ്ഥലം എത്തുമ്പോ അവര് പറയും ഇടാനായിട്ട്. ആ സമയത്ത് ഇട്ടാ മതി. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളിതാ വെള്ളത്തിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞു. എങ്ങനെയുണ്ട് നമ്മളെ കനാൽ ബോട്ടിങ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ കുറേ ഇങ്ങനെ ബ്രിഡ്ജസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ക്യാമറമാനും നീച്ചൽ അറിഞ്ഞൂടാ, എനിക്ക് നീന്താൻ യാ. ഇവിടെ ഇരിക്കുന്ന എന്നെ നാറ്റിച്ചു ഗൈസ്. നീന്താൻ അറിഞ്ഞൂടാ. സംഭവം ഞാൻ പ്രൊഫഷണൽ നീന്തലാണ്. അപ്പൂന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം. ആർക്കാ നീന്താൻ അറിയാന്നുള്ള? ഓ, ഇതാ ഇപ്പോ കുനിയേണ്ട സമയമാണ് ഗൈസ്. കുനിഞ്ഞോളൂ. യെസ്, നമ്മളങ്ങനെ പിന്നെയും സക്സസ്ഫുള്ളി നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിനയം കാണിച്ച് വരികയാണ്. അതെ.
തൊട്ട് സൈഡിലൊരു ചായക്കട ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സമൂസ, വട, ചായ എല്ലാം കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മേടിച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ 2 ബോട്ടിലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 8 പേര് വെച്ചിട്ടാണ്. നമ്മൾ ടോട്ടൽ 16 പേരാണുള്ളത്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നേ മൺട്രോ വന്നിട്ടുള്ള ഒരു വീഡിയോ അതിൽ കിടപ്പുണ്ട് കേട്ടോ. പഴയ വീഡിയോ ആണ്. ഞാനും എൻ്റെ അപ്പവും കൂടെ വന്നിട്ടുള്ള വീഡിയോ ആണ്. മഴ നനഞ്ഞ് വഴിയായി നമ്മൾ തിരിച്ചു പോയിട്ട്, കാരണം മൺട്രോ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം വെള്ളം കയറിയിട്ട് അവർ പിന്നെ തിരിച്ചു വിട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അളിയനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അളിയ, ഞാൻ നിന്നെ ഈ വേളയിൽ ഓർക്കുന്നു. ബിക്കോസ് മൺട്രോയിൽ ഞാൻ പിന്നെ 2ാമത്തെ തവണയാണ് വരുന്നത്. ഗൈസ്, അപ്പോൾ ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ മഴ പെയ്തത്. മഴ പെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വെള്ളം തിരിച്ചു പോകാനായിട്ടൊക്കെ നിന്നിട്ട് പിന്നീട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. നമുക്ക് ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ലൈഫ് ജാക്കറ്റ്. ഇതില്ലാതെ ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് വന്നപ്പോഴും ഇതേ ഒരു ഇതുണ്ടായിരുന്നു. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ ഓഫീസുണ്ട് കേട്ടോ. അപ്പോൾ അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ലൈഫ് ജാക്കറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉടനെ പെനാൽറ്റി കിട്ടും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അവർ കൃത്യമായിട്ട് പാലിക്കുന്ന ഒന്നാണ് ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത്. മാഡത്തിന് എന്തോ പറയാൻ, എന്താ പറയാനുള്ളത് പറഞ്ഞു? എന്താ പറയാൻ, ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നല്ല കാലാവസ്ഥ കിട്ടിയതിന്റെ സന്തോഷത്തില് ഇങ്ങനെ ഞങ്ങള് കനാൽ ബോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സണ്ണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് മഴയൊക്കെ ഇല്ലാതെ ഇങ്ങനെ പോകാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. അതെ, ഞാൻ വിചാരിച്ചു മേഡം വൈകിട്ട് എന്തായാലും മഴയായിരിക്കും, പെട്ടു എന്നാണ് വിചാരിച്ചത്. കാരണം ആ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ മഴ വരാനാണ് ചാൻസ് കൂടുതൽ. എൻ്റെ വ്ളോഗ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ മഴ ഉറപ്പാണ്. അപ്പോ അങ്ങനെ വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സൺ സെറ്റായി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് ഈ വെള്ളത്തിൻ്റെ അതിങ്ങനെ കാണാനായിട്ട്. ഈ കനാൽ ബോട്ടിംഗ് മാത്രമല്ല കേട്ടോ, ഇവിടെ പെഡൽ ബോട്ടിംഗ് വരുന്നുണ്ട്, അതുപോലെ കയാക്കിംഗ് വരുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും നമുക്കിവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്താണ് നിങ്ങൾക്കത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് പാക്കേജസ് അവൈലബിൾ ആണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ പാക്കേജസ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വരാം. പിന്നെ നമ്മൾ വണ്ടിയിൽ വരുന്ന സമയത്ത്, അതായത് മൺട്രോ തുരുത്തിലോട്ട് വരുന്ന സമയത്ത് വള്ളക്കാർ നമ്മളെ പിടിച്ചോളും കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് തന്നെ വള്ളക്കാർ പിടിച്ചോളും. അപ്പോൾ അതുകൊണ്ട് വള്ളക്കാരെ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതുപോലെ പാക്കേജ് എടുത്തും വരാം കേട്ടോ. ഫുഡൊക്കെ ഇൻക്ലൂഡായിട്ട് പാക്കേജ് എടുത്തും വരാം, രണ്ടായിരുന്നാലും വരാം. ഗൈസ്, ഇപ്പോൾ കൊട്ടവഞ്ചിയാണ്, കൊട്ടവഞ്ചി. അപ്പോൾ ഇവിടെ അതും ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള സാഹസങ്ങളെല്ലാം നമുക്ക് ഒരു അഡ്വഞ്ചർ ടൂറാണ് നമ്മുടേത്. കണ്ടില്ലേ, ഇരിക്കുന്നവരെല്ലാം പേടിച്ചായിരിക്കുന്നേ.
ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫേമസ് മൺട്രോ തുരുത്തിലെ ആ ഒരു ആർച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. ഈ ആർച്ചിൻ്റെ അകത്തൂടെ നമ്മളിനി ബോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഓക്കെ ഒന്നുകൂടെ. അതെ, അഞ്ജുമാവിന്റെ പാട്ടാണ് കേട്ടോ, പാടിക്കോ. അയ്യോ എന്റെ എല്ലാവർക്കും അറിയാം, എന്റെ മൗനരാഗത്തിൽ എല്ലാവർക്കും അറിയാം. ഓക്കെ, അല്ലേ ഐഷു മോളെ? എന്റെ ഫേവറേറ്റ് പാട്ടെന്ന് ഞാൻ പറയുകയാണെങ്കിലും ഇവര് പറയുന്ന എന്റെ പാട്ടാണ്. ബാക്കി ഇട്ടോണം, ബാക്ക്ഗ്രൗണ്ടിൽ വളരെ മനോഹരമായിട്ട് മാഡം പാടി. നമ്മൾ ഇവിടെ റേസിങ്ങിലാണ്, ചെറിയ റേസിങ്ങിലാണ്. അവരാദ്യം എത്തും, നമ്മളാദ്യം എത്തും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ജയിക്കുള്ളൂ അല്ലേ. ഇപ്പോൾ വളരെ സാഹസികമായിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഐഷു മുക്കുമോ അതോ അഞ്ജുമയുടെ മുക്കുമോ എന്നറിയില്ല, എന്തായാലും മുങ്ങും എന്നുറപ്പായി. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാം ദേ ഇറങ്ങുകയാണ്. ഗൈസ്, സമയം ഇപ്പോൾ ഏകദേശം ഒരു 6:30 കഴിഞ്ഞാണ് കേട്ടോ. 6:30 കഴിഞ്ഞ് ദേ ഒരു മിന്നലൊക്കെ ഉണ്ട്. 6:30 കഴിഞ്ഞില്ലേ? 6:30 കഴിഞ്ഞു. ദേ മിന്നലടിക്കുന്നുണ്ടോ? അപ്പം അധികം നേരം നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. മഴ എപ്പോൾ വേണോ വരാം. അപ്പം ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. മഴ പെയ്ത എല്ലാവരും നനയും. യെസ്, പോയേക്കെ മാഡം. മിന്നിങ്. അപ്പോൾ ഫൈനലി നമ്മളിതാ വണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളി ഹാപ്പി അല്ലേ എല്ലാവരും? അപ്പോൾ നമ്മുടെ വീഡിയോ, അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ ട്രിപ്പ് പോകണ്ടേ? യെസ്. അപ്പോൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ പറഞ്ഞു.